afternoon. Good afternoon. Good day, എല്ലാവരും. Okay. നമ്മള് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് എംപ്ലോയീസിന്റെ ഓർഗനൈസേഷനിലുള്ള ലോയെ കുറിച്ചുള്ളതാണ് അല്ലെ. ലോ 15 വരെയാണ് നമ്മൾ എടുത്തത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. Regulations 16th വണ്ണാണ് കേട്ടോ. 16ാമത്തെ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Regulations regarding use of a portable electric light, section 36A. Portable electric light or any other such electric appliance using voltage of more than 24 watts must not be allowed inside any confined space, tank, pipe, chamber, valve or flue. If such a space contains any combustible, dust, gas or fumes, any flame-proof lamps can be used inside them. അപ്പൊ ഇവിടെ പറയുന്നത് 16ാമത്തെ പറയുന്നത് എന്താണ്? Precautions regarding use of a portable electric light, section 36A പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 വാട്ട്സിൽ കൂടുതലുള്ള വോൾട്ടേജുകളുള്ള പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റുകളോ മറ്റേതെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങളോ പരിമിതമായ സ്ഥലങ്ങള്, ടാങ്ക്, അതുപോലെ പൈപ്പ്, ചേമ്പർ, വാട്ട് ആൻഡ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ ചിമ്മിനി, ഇവയ്ക്കുള്ളിൽ അനുവദിക്കരുത്. ഓക്കെ, എന്താണ് പോർട്ടബിൾ ലൈറ്റിന്റെ ഡിസഡ്വാൻറ്റേജസുകളായിട്ട് വരുന്നത്? അപ്പോ അതിന് ഹൈ കോസ്റ്റ് ആയിരിക്കും, അതുപോലെ ബാറ്ററി ലൈഫ് ഒക്കെ വളരെ കുറവായിരിക്കും, സേഫ്റ്റി അല്ലെ, ഇതൊക്കെ വളരെ എന്താണ് സേഫ്റ്റി, അതുപോലെ ഡ്യൂറബിലിറ്റി നമ്മൾ നല്ല രീതിയിൽ നിലനിൽക്കാനായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല, അതുപോലെ ബ്രൈറ്റ്നെസ് ലിമിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്, കോസ്റ്റ് ഹൈ ആണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഈ എന്താണ് പോർട്ടബിൾ ലൈറ്റുകളൊക്കെ ഇങ്ങനെയുള്ള ചിമ്മിണിക്കുള്ളിലോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ടാങ്ക്, പൈപ്പ്, ചേമ്പർ ഇതിന്റെയൊക്കെ ഇവയ്ക്കുള്ളിൽ അനുവദിക്കരുതെന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പൊ അത്തരം ഒരു സ്ഥലത്ത് കത്തുന്ന പൊടി, വാതകം അല്ലെങ്കിൽ പുകകൾ എന്നിവ ഉണ്ടെങ്കിൽ അവയ്ക്കുള്ളിൽ ജ്വാല പ്രതിരോധ ശേഷിയുള്ള വിളക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ ജ്വലിക്കുന്നതായിട്ടുള്ള വിളക്കുകൾ മാത്രം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെയുള്ള പൈപ്പിന്റെയോ അതുപോലെ തന്നെ എന്താണ് പൈപ്പ്, ചേമ്പർ, ചിമ്മിണി ഇതിലേക്കുള്ളില് ഇങ്ങനെയുള്ള എന്താണ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റുകളൊന്നും ഇടാനായിട്ട് പാടില്ല. നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, നല്ല രീതിയിലുള്ള തിളങ്ങുന്ന ജ്വലിക്കുന്ന പ്രതിരോധശേഷിയുള്ള ഈ വിളക്കുകൾ മാത്രമേ, നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന വിളക്കുകൾ മാത്രമേ അവിടെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി, അതുപോലെ ഡ്യൂറബിലിറ്റി ഒക്കെ ലോ ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ കോസ്റ്റ് ഉണ്ടാകും, അതുപോലെ പിന്നെന്താ ബ്രൈറ്റ്നെസ് ലിമിറ്റേഷൻസ്, ബ്രൈറ്റ്നെസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാരണത്താലാണ് അതും ഇതിൽ വരാനായിട്ട്, അല്ലെങ്കിൽ അതിലെ ചേമ്പർ, പൈപ്പ്, ടാങ്ക്, ചിമ്മിണിയുടെ ഉള്ളിലൊന്നും ഇടാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്ന് 17th വന്നാണ് explosive or inflammable dust,
gas, section 37. In case of a production process that emit or combustible dust, fumes, gases, or preventive measures are needed to be avoided explosion. Okay. ഇവിടെ 17th ബണ്ടില് പറയുന്നത് എന്താണ്? ഈ എന്താണ് എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഓർ ഗ്യാസ്, അതാണ് സെക്ഷൻ 37 പറയുന്നത്. ഇതാണ് പൊടി, അതുപോലെ പുക, നീരാവി, വാതകം ഇങ്ങനെയുള്ള പുറപ്പെടുവിക്കുന്ന ഉത്പാദന പ്രക്രിയ, നമ്മൾ ഓരോ പ്രോസസ്സുകൾ, ഓരോ പ്രൊഡക്ഷനുകളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള വാതകങ്ങൾ ഉണ്ടാവും, പൊടികൾ ഉണ്ടാവും, നീരാവി, പുക ഇതൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കാര്യത്തില് ചിലപ്പോ സ്ഫോടനം ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ എന്താണ് ഇതൊക്കെ നല്ല പുക ഇതൊക്കെ കൊണ്ട് എന്താണ് നമുക്ക് സ്ഫോടനങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള പ്രതിരോധ നടപടികൾ ആവശ്യമാണ്. സ്ഫോടനങ്ങൾ എന്താണ് പല കാര്യങ്ങളും തീപിടുത്തം ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും ഗ്യാസുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുകകൾ കൊണ്ടോ, പലതരത്തിലുള്ള ടെസ്റ്റുകള്, അപ്പൊ അങ്ങനെയുള്ള നീരാവി ഇങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് എന്താണ് സ്ഫോടനം ഒഴിവാക്കാൻ, ചിലപ്പോൾ സ്ഫോടനങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ചാൻസുകളുണ്ട്. സ്ഫോടനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടപടികൾ എടുക്കുന്നത് അത്യാവശ്യമാണ്. ഏതൊക്കെയാണ്? Effectively covering all the machinery or plants used in the procedure. എന്താണ് ഈ എല്ലാ യന്ത്ര സാമഗ്രികളിലും അതുപോലെ തന്നെ പ്ലാന്റുകളിലും ഫലപ്രദമായിട്ട് എന്താണ് ഈ കവർ ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് ഏത് മെഷീനറി ആയാലും അതുപോലെ തന്നെ പ്ലാന്റുകളിലും നല്ല രീതിയിൽ കവറിങ് എഫിഷ്യന്റ് ആയിട്ട് വേണം, എഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായിട്ട് കവറിങ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് ഡിസ്പോസിംഗ് ഓഫ് ഓർ അവോയ്ഡിങ് കളക്ഷൻ ഓഫ് ഡസ്റ്റ്, ഫ്യൂംസ്, വാപ്പർ ഓർ ഗ്യാസ്. ഓക്കെ, എന്ത് ചെയ്യണം? ഈ പൊടി, പുക, നീരാവി, അതുപോലെ തന്നെ വാതകങ്ങൾ ഇതൊക്കെ നീക്കം ചെയ്യുകയോ ശേഖരിക്കുകയോ, അത് ശേഖരിച്ചിട്ട് അത് ഒഴിവാക്കുകയോ വേണം. ഓക്കെ, പൊടികൾ ഉണ്ടെങ്കിൽ അല്ലെ, പലതരത്തിലുള്ള നമ്മളിപ്പോ വീട്ടിലൊക്കെ പൊടികൾ ഉണ്ടെങ്കിൽ അടിച്ചു വാരി നമ്മൾ കളയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനിലും പല പ്രോസസ്സുകൾ, പ്രൊഡക്ഷനുകൾ നടത്തുമ്പോഴും പല പ്രോസസ്സുകൾ നടത്തുമ്പോഴും അവിടെ പൊടികള്, ഡസ്റ്റുകള് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാസുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പൊടികളൊക്കെ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. Prohibiting the covering of any kinds of explosive. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ മൂടുന്നതും നിരോധിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. എന്താണ് മിഷണറീസ്, പ്ലാന്റ്സ് എന്താണ് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കവർ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് പൊടികളോ ഫ്യൂംസ് ഇതൊക്കെ ഗ്യാസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് അതിനെ കളക്ട് ചെയ്തുകൊണ്ട് നീക്കം ചെയ്യാനായിട്ട് ശ്രമിക്കണം. Limiting the covering of any kinds of explosive എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഫോടക വസ്തുക്കളൊക്കെ മൂടുന്നത് നിരോധിക്കുക. ഇത്തരം കാര്യങ്ങളാണ് 3 കാര്യങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. 17th ബണ്ടിലെ എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസസ് സെക്ഷൻ 37. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. Precautions regarding use of portable electric light, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ആണോ? ക്ലിയർ ആണോ രണ്ട് കാര്യങ്ങളും? ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഓ, സെക്ഷൻ കൊടുത്തിട്ടില്ലല്ലേ അവിടെ? ഓക്കെ ഓക്കെ, ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, 18ാമത്തെ നോക്കാം നമുക്ക്. Precautions in case of a fire. നമുക്ക് നോക്കാം. Every factory need to be adequately equipped to save its employees in a situations of fire. The fire exit should be locked or shut in such a manner that they can be opened with the slightest or effort from inside and on or towards outside, except in cases of sliding doors. The fire exit must be clearly indicated in a language that we understand by all employees, workers. They should be provision for loud and clear pace of warning workers in case of fire. Every room for the factory must contain free passageway to the fire exit that is conveniently accessible to every worker. State government should make clear-cut rules recommending the ways of escaping fire. The chief inspector has authority to recommend detailed measures that can be taken in relation with the act and the regulations set by state government. The inspector also has power to add new provisions of escape to existing, while if he does not find the existing provisions adequate and put new ones in writing. അപ്പോ 18ാമത്തെ പറയുന്നത് എന്താണ്? Provisions in the case of a fire. അപ്പോ നമ്മൾ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ, സോറി, പ്രിപ്പറേഷൻസ് ആണ്. പ്രിപ്പറേഷൻസ് ഇൻ ദ കേസ് ഓഫ് ഫയർ. അപ്പൊ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവനക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫാക്ടറിയും വേണ്ടത്ര സജ്ജീകരിക്കണം അല്ലെ, സജ്ജമായിരിക്കണം. എന്തെങ്കിലും ഓർഗനൈസേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് നടത്തണം അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾക്ക് എന്താണ്, നമ്മുടെ വർക്കേഴ്സിനെ എംപ്ലോയീസിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങള് നമ്മൾ സജ്ജീകരിച്ചിരിക്കണം, ഓർഗനൈസേഷൻ സജ്ജീകരിച്ചിരിക്കണം. അകത്ത് നിന്ന് ഏറ്റവും ചെറിയ ശ്രമത്തിൽ തുറക്കാൻ കഴിയുന്ന തരത്തിലും സ്ലൈഡിംഗ് വാതിലുകൾ ഒഴികെ പുറത്ത് തുറക്കാൻ കഴിയുന്ന തരത്തിലും എന്താണ് ഫയർ എക്സിറ്റുകൾ കൂട്ടുകയോ അടയ്ക്കുകയോ ചെയ്യണം. ഇനി എല്ലാ തൊഴിലാളികൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഫയർ എക്സിറ്റുകൾ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കണം. പല ഭാഷകളിലുള്ള തൊഴിലാളികൾ ഉണ്ടാവും നമ്മുടെ ഓർഗനൈസേഷനിൽ. അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അല്ലെ, അവരുടെ ലാംഗ്വേജിൽ, അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്ന ലാംഗ്വേജിൽ ഫയർ എക്സിറ്റുകൾ സൂചിപ്പിച്ചിരിക്കണം, വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കണം. തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനായിട്ട് ചുറ്റിലും വ്യക്തമായ മാർഗങ്ങൾ ഉണ്ടായിരിക്കണം ഇല്ലേ. അവർക്ക് എന്താണ്
കൊടുക്കാനായിട്ടല്ലേ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇന്ന മേഖലയിലെ അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ തീപിടുത്തം ഉണ്ടായി ഇന്ന് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഉച്ചത്തില് അതുപോലെ തന്നെ വ്യക്തമായിട്ടും ഉള്ള മാർഗങ്ങള് ഓർഗനൈസേഷൻ ഉണ്ടാവണം. ഫാക്ടറിയില് ഓരോ മുറിയിലും അഗ്നിശമന സേന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള ഓരോ സ്വതന്ത്ര പാതം ഉണ്ടായിരിക്കണം അല്ലെ. ഓരോ മുറിയിലും അഗ്നിശമന സേനയ്ക്ക് കയറാൻ തരത്തിലുള്ള ഒരു പാത ഉണ്ടായിരിക്കണം. നിയന്ത്രിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഈ ഫയറിൽ നിന്ന് എസ്കേപ്പ് ചെയ്യേണ്ട വഴികള് ശുപാർശ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങള് അതുപോലെ തന്നെ നിയന്ത്രണങ്ങള് അതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള സ്വീകരിക്കുന്ന വിശദമായ നടപടികളെ ശുപാർശ ചെയ്യാനായിട്ട് അവിടെയുള്ള ചീഫ് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. ഓർഗനൈസേഷനിലെ ചീഫ് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നിയമവും നിയന്ത്രണവും സംബന്ധിച്ച സ്വീകരിക്കാവുന്ന വിശദമായിട്ടുള്ള നടപടികളെ ശുപാർശ ചെയ്യാനായിട്ട് ചീഫ് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള വ്യവസ്ഥകൾ പര്യാപ്തമല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാനായിട്ടുള്ള പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയവ രേഖാമൂലം അത് ഉണ്ടാക്കാനായിട്ട് നൽകാനായിട്ടുള്ള അധികാരന്മാർക്കുണ്ട്, ഇൻസ്പെക്ടർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ആളുകളെയൊക്കെ ഫയർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കണം അല്ലെ. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഓർഗനൈസേഷനിൽ പര്യാപ്തമല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാനുള്ള പുതിയ മാർഗങ്ങൾ, പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്ത് പുതിയ രേഖകൾ ഉണ്ടാക്കാനായിട്ടും അത് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ആർക്ക് അധികാരമുണ്ട്, ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 18 പറയുന്നത് കോംപ്ലിക്കേഷൻസ് ഇൻ കേസ് ഓഫ് ഫയറുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി 19ാമത്തെ സെക്ഷനിൽ പറയുന്നത് നോക്കി, സ്പെസിഫിക്കേഷൻസ് ഓഫ് എ ഡിഫെക്റ്റീവ് പാർട്ട് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. Section 39. The factory inspector might need a detailed description of the faulty part or tests for stability, and it is thus record might ask the manager to produce details, drawings, and other important documents, and or might opt for some specific test conducted in a specific way. അപ്പൊ എന്താണ് 19ാമത്തെ പറയുന്നത്? സ്പെസിഫിക്കേഷൻ ഓഫ് ഡിഫെക്റ്റീവ് പാർട്സ് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. സെക്ഷൻ 13. ഫാക്ടറി ഇൻസ്പെക്ടർക്ക് തകരാറുള്ള ഭാഗങ്ങളുടെ വിശദീകരണം അതുപോലെ തന്നെ എന്താണ് സ്ഥിരത പരിശോധനകള്, സ്റ്റെബിലിറ്റി പരിശോധനകള് ആവശ്യമായിട്ട് വന്നേക്കാം. ചില സാഹചര്യങ്ങളിൽ എന്താണ് തകരാറുള്ള ഭാഗങ്ങളുടെ വിശദാംശങ്ങൾ, മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതുപോലെ തന്നെ സ്ഥിരത, ക്വാളിറ്റി പാർട്ടിന്റെയും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്പെക്ടർക്ക് പരിശോധിക്കാനുള്ള ഓരോ കാര്യങ്ങളും പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. ഇക്കാര്യത്തില് മാനേജറോട് വിശദാംശങ്ങള് അതുപോലെ ഡ്രോയിങ്സുകള് മറ്റ് പ്രധാന രേഖകള് എന്നിവ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെടാം. മാനേജർക്ക് അങ്ങനെയുള്ള അധികാരമുണ്ട്. ഓരോ കാര്യങ്ങളും പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകള്, വിശദാംശങ്ങള്, പ്രധാനപ്പെട്ട രേഖകള് ഇതൊക്കെ പരിശോധിക്കാനായിട്ട് അവകാശമുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക രീതിയിൽ നടത്തുന്ന ചില പ്രത്യേക പരിശോധനകളും തിരഞ്ഞെടുക്കാം. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, സെക്ഷൻ 39 വരുന്നത്. ഓക്കെ, ക്വാളിറ്റി പാർട്ട് അതുപോലെ തന്നെ ഈ സ്റ്റെബിലിറ്റിയുമായിട്ട് സ്ഥിരതയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ ഇൻസ്പെക്ടർക്ക് ഒരു തകരാറുള്ള ഭാഗങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനായിട്ടും അങ്ങനെ സ്റ്റെബിലിറ്റി സ്ഥിരതയുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനുള്ള അധികാരമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് എല്ലാ വിശദാംശങ്ങളും അല്ലെ എല്ലാ രേഖകളും പരിശോധിക്കാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകള്, മറ്റു പ്രധാനപ്പെട്ട രേഖകള്, ഡ്രോയിങ്സുകള് ഇതൊക്കെ പരിശോധിക്കാനായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഹാജരാക്കാനായിട്ട് പറയാം അല്ലെ, ആവശ്യമില്ല. അപ്പൊ അങ്ങനെ പല പരിശോധനാ രീതികളും ഇതിലൂടെ സാധ്യമാണ്.
ഈ ഫാക്ടറി ഇൻസ്പെക്ടർക്ക് പല പരിശോധനാ രീതികൾ, പ്രത്യേകമായിട്ടുള്ള പരിശോധനാ രീതികൾ ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സുകൾ പരിശോധിക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് 19 പറയുന്നത് കേട്ടോ. 18, 19 വായിച്ചു നോക്കി. Okay. Next ആണ് 20th one. Safety of a building and machines. അല്ലെ, നമുക്കറിയാം മിഷൻ ബിൽഡിങ്സിന്റെയും അതുപോലെ തന്നെ മിഷൻസിന്റെയും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെ, പലതരത്തിലുള്ള മിഷൻസ് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെ, വർക്കേഴ്സ്. അതുപോലെ പല ബിൽഡിങ്ങുകൾ, പല ഇതിലും പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ബിൽഡിങ്സിന്റെയും മിഷൻസിന്റെയും സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ആണ് സെക്ഷൻ 14 പറയുന്നത്. In the case, the inspector observed that any building or a part of it or a plant or machinery of the factory in any manner is not safe for the employee to use or venture, he can instruct any the owner or manager in writing to take up measures to repair within the stipulated time period. He can also ban the use of the building or a part of it in any manner or a plant or machinery of the factory if it is life threatening until it is satisfactorily repaired or restored. If the inspector finds any building or part of a building in such a condition that it cannot be satisfactorily repaired or can be harmful to the well-being of the workers, he can instruct the owner or manager in writing to take up specified measures before the stipulated time period. എന്താണ് പറയുന്നത്? അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും കെട്ടിടമോ അതിന്റെ ഒരു ഭാഗമോ ഫാക്ടറിയിലെ ഒരു പ്ലാന്റിന്റെ യന്ത്രങ്ങളോ ജീവനക്കാർക്ക് ഉപയോഗിക്കാനോ സംരംഭം നടത്താനോ ഏതെങ്കിലും വിധത്തില് സുരക്ഷിതമല്ലെന്ന് ഇൻസ്പെക്ടർ നിരീക്ഷിക്കുകയാണെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ അത് നന്നാക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് ഉടമയെയോ മാനേജറെയോ രേഖാമൂലം നിർദ്ദേശിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഓക്കെ, കെട്ടിടത്തില് ഏതെങ്കിലും ഒരു യന്ത്രമോ മെഷീൻസോ എന്തെങ്കിലും എന്താണ് യന്ത്രങ്ങള് ഈ എംപ്ലോയീസിന് സേഫ്റ്റി അല്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയേഴ്സിനെയോ അല്ലെങ്കിൽ തൊഴിലുടമയെയോ എന്ത് ചെയ്യാം, ഉടമസ്ഥനെയോ രേഖാമൂലം അറിയിക്കാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? ഇൻസ്പെക്ടർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്താണ്? തൃപ്തികരമായിട്ട് നന്നാക്കുകയോ പുനഃസ്ഥാപിക്കുകയോ ചെയ്യുന്നത് വരെ ജീവന് ഭീഷണിയാണെങ്കിൽ ഫാക്ടറിയുടെ കെട്ടിടമോ അതിന്റെ ഒരു ഭാഗമോ പ്ലാന്റോ യന്ത്രങ്ങളോ യൂസ് ചെയ്യുന്നത് നിരോധിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. എന്താണ്? അത് നന്നാക്കുന്നത് വരെ എംപ്ലോയീസ് അതിൽ പണിയെടുക്കാൻ പാടില്ല
അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ അങ്ങനെയുള്ള നിരോധിക്കാനായിട്ട് അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ വരുത്താനായിട്ട് അദ്ദേഹത്തിന് അധികാരമുണ്ട്. തൃപ്തികരമായിട്ട് നന്നാക്കാൻ കഴിയാത്തതും തൊഴിലാളികളുടെ ക്ഷേമത്തിന് ഹാനികരമായ അവസ്ഥയിൽ ഏതെങ്കിലും കെട്ടിടമോ കെട്ടിടത്തിന്റെ ഭാഗമോ ഇൻസ്പെക്ടർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിന് മുൻപ് നിർദ്ദിഷ്ട നടപടികൾ സ്വീകരിക്കാൻ ഉടമയോ മാനേജറെയോ രേഖാമൂലം നിർദ്ദേശിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് അധികാരമുള്ളത്? ഇങ്ങനെയുള്ള അവർക്ക് സേഫ്റ്റി അല്ല, എംപ്ലോയീസിന് സേഫ്റ്റി അല്ല എന്ന് അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തൊഴിലുടമയോ അല്ലെങ്കിൽ ഈ എംപ്ലോയറെയോ രേഖാമൂലം അല്ലെ രേഖാമൂലം കൊടുത്തുകൊണ്ട് അല്ലെ രേഖാമൂലം അവർക്ക് അത് ചെയ്യാൻ പാടില്ല, നിർത്തിവെക്കണം എന്നുള്ള ആ രേഖാമൂലം കൊടുത്ത് അങ്ങനെയുള്ള ഒരു അധികാരം മാറുന്നുണ്ട് ഇൻസ്പെക്ടർക്ക്. അപ്പൊ എന്താണ് എംപ്ലോയീസിന്റെ സേഫ്റ്റി ആണ് അല്ലെ അവിടെ നമ്മൾ അളക്കുന്നത് അല്ലെ. എംപ്ലോയീസിനെ എത്രത്തോളം സേഫ് ആയിട്ട് നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്ന എംപ്ലോയീസിനെ എത്രത്തോളം സേഫ്റ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ആ സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, അവരെ എപ്പോഴും സേഫ്റ്റി ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു എന്താണ് ഒരു പ്ലാന്റിന്റെയോ അല്ലെങ്കിൽ ഒരു മിഷന്റെയോ ഒരു ബിൽഡിങ്ങിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ്റ്റി അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഓരോ എംപ്ലോയീസിന്റെയും ജീവിതം അല്ലെങ്കിൽ ലൈഫ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷനിൽ ചെയ്യാൻ പാടില്ല. അപ്പൊ തന്നെ വർക്കുകളായാലും പ്രിപ്പയേഴ്സുകളായാലും അപ്പൊ തന്നെ ചെയ്ത് തീർക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഇത് പവർ ടു മേക്ക് റൂൾസ്. സെക്ഷൻ 41. The state government has the power to make the rules and the regulations related to the provisions for any missions and the safety measures of workers employed in those factories. എന്താണ് പുതിയ യന്ത്രങ്ങൾക്കായുള്ള വ്യവസ്ഥകള്, ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷാ നടപടികളും സംബന്ധിച്ച നിയമങ്ങളും നിയന്ത്രണങ്ങളും നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. എന്താ പറയുന്നത്? എന്താണ് ഇപ്പം തൊഴിലാളികളുടെ സുരക്ഷയെ പറ്റിയാണ് അല്ലെ. യന്ത്രങ്ങളുമായുള്ള വ്യവസ്ഥകള്, പുതിയ യന്ത്രങ്ങൾക്കുള്ള വ്യവസ്ഥകള്, അതുപോലെ തന്നെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷയുമായിട്ടുള്ള കാര്യങ്ങള്, അതൊക്കെ അതിനെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും റെഗുലേഷനും നിർമ്മിക്കാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരമുണ്ട്. അതാണ് സെക്ഷൻ 41 പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കി. 20ഉം 21ഉം വായിച്ചു നോക്കാം കേട്ടോ.
Okay. Next importance of employee safety and workplace. Importance of employee safety is as follows. First one, avoiding accidents. Industrial safety diminishes the chances of accident as it installs the required safety devices accurately and informs the ഓക്കെ 4 മിസ് എടുത്തോളാന്നല്ലേ ജസ്റ്റ് മിസ് ഒന്നും കൂടി പറയാം. ഓക്കെ, എന്നാലും അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറയാം. എടുത്തതാണ് എന്നോട് പറഞ്ഞിരുന്നു. ഇൻഫോംസ് എംപ്ലോയീസ് റിഗാർഡിംഗ് ക്രൂഷ്യൽ സേഫ്റ്റി ആസ്പെക്ട്സ്. എന്താ പറയുന്നത്? ആവശ്യമായിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങള് കൃത്യമായിട്ട് സ്ഥാപിക്കുന്നു അല്ലെ. ഓർഗനൈസേഷനിൽ ജോലിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നമ്മൾ സ്ഥാപിക്കുമ്പോൾ എംപ്ലോയീസിനെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. നിർണായകമായ സുരക്ഷാ വശങ്ങളെ കുറിച്ചും സുരക്ഷാമായിട്ടുള്ള വശങ്ങളെ കുറിച്ചും എംപ്ലോയീസിന് ഇൻഫോം ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങള് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സുരക്ഷ ഉറപ്പുവരുത്തുകയും അവർക്ക് സുരക്ഷമായിട്ട് വേണ്ട എല്ലാ നിർണായക വശങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കുറയ്ക്കാൻ പറ്റും? ആക്സിഡൻസ് അല്ലെ, അവർക്ക് വരുന്ന ഇപ്പൊ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന പല അപകട സാധ്യതകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ minimizes cost, it is initially diminish and finally prevent all the indirect expenditure the organization incurs because of industrial accident. Direct cost such as the final compensation is to be insured or the deceased family and industry cost such as the expenses incurred in treatment of the insured employee is minimized. അപ്പൊ നമുക്കറിയാം, നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സുരക്ഷാ മാർഗങ്ങള് അല്ലെ. എംപ്ലോയി സേഫ്റ്റി ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, പല അപകടങ്ങളിൽ എംപ്ലോയീസിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം അല്ലെ. അപ്പൊ മരണപ്പെട്ട ഓർഗനൈസേഷനിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഡിസീസ്ഡ് പേഴ്സന്റെ ഫാമിലിക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ, ചെലവ് വഹിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ എന്താണ്, കമ്പനിയിൽ നിന്ന് പോകുന്നതാണ് അല്ലെ. പല ചെലവുകളും അല്ലെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് കോസ്റ്റുകളായിട്ടും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റുകൾ നമ്മൾ എംപ്ലോയീസിന് സുരക്ഷ ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആക്സിഡന്റുകൾ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയുള്ള പല ചെലവുകൾ കോസ്റ്റുകള് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി തേർഡ് വൺ ആണ് ഇൻക്രീസ്ഡ് എംപ്ലോയീസ് കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ. ഓക്കെ, കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടന്റ്മെന്റ് അറിയാമോ? എന്താണെന്ന് ഇതിന്റെ മീനിങ്? ഇല്ല. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാല് സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി. അതുപോലെ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ ഭക്തി അല്ലെ, നമ്മൾ പറയാറ്. Many employees feel safe in their work environment. They feel a sense of motivation and contentment. They expect their employers to bestow them with the safe and secure workplace. When their expectations are properly met, they feel motivated and content. Okay, for employees നല്ല രീതിയിൽ സംതൃപ്തി വരണമെങ്കിൽ എന്തൊക്കെയാണ് ഓർഗനൈസേഷനിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്തൊക്കെ ഘടകങ്ങളാണ് ലീഡ് ചെയ്യുന്നത്? എംപ്ലോയീസിന്റെ സംതൃപ്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ എലമെന്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഘടകങ്ങളായിരിക്കാം റിലേറ്റ് ചെയ്യുന്നത്? അറിയാൻ പറ്റുമോ? സംതൃപ്തി കിട്ടണമെങ്കിൽ എന്തൊക്കെ? ഓക്കെ, എംപ്ലോയീസിന് ഓർഗനൈസേഷനില് അവർക്ക് സംതൃപ്തി
ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം അതിനെ എഫക്ട് ചെയ്യുന്നത്? അവർക്ക് സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാലറി, ഇതൊക്കെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള വർക്കിംഗ് പ്ലേസ് അല്ലെ, സെക്യൂർ ആയിട്ടുള്ള വർക്കിംഗ് പ്ലേസ്, സേഫ് ആൻഡ് സെക്യൂർ വർക്ക് പ്ലേസ് അല്ലേ, വർക്ക് ചെയ്യാൻ നല്ല സൗകര്യമാണെങ്കിൽ സാലറി, ഇതൊക്കെ എന്താണ് നല്ല രീതിയിൽ നമുക്ക് അവരെ സംതൃപ്തി കൂട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മോട്ടിവേഷൻ അല്ലെ, എൻഗേജ്മെന്റ് അല്ലെ, അവര് ഓരോ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്, മോട്ടിവേഷൻ കൊടുക്കുന്നത്, കോൺഫിഡൻസ് കൊടുക്കുന്നത്, ഇതൊക്കെ എന്താണ് അവരുടെ സംതൃപ്തി ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെ, നല്ല ലീഡർഷിപ്പ് അല്ലെ, നല്ലൊരു ലീഡർഷിപ്പ് കൊടുക്കുന്നത് അല്ലെ, ഇതൊക്കെ എന്താണ് അവരുടെ സംതൃപ്തി കൂട്ടാനായിട്ട് ഇടവരുന്നു. ഒരു സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ആണെങ്കിൽ കുറച്ചുകൂടി അവിടേക്ക് വരാനായിട്ടും എന്നും അല്ലെ അവിടെ നിന്ന് പോവാതെ അവിടേക്ക് ജോയിൻ ആവാനായിട്ടായിരിക്കും നമുക്ക് ഇഷ്ടം. അപ്പൊ അവിടെ നല്ല വർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് അവിടേക്ക് വന്ന് ഇന്നും ജോലി ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കും, ഓർഗനൈസേഷനിലോട്ട് വരാനായിട്ട് ഇഷ്ടം. അങ്ങനെയുള്ളൊരു സേഫ് ആൻഡ് സെക്യൂരിറ്റി വർക്ക് പ്ലേസ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നാണ് പറയുന്നത്, അവർക്ക് സംതൃപ്തി ഉണ്ടാവും. ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി എന്താണ് ലീഗൽ കംപ്ലൈന്റ്സ്. Employee safety conforms to all the laws governing the security of workers in the work premises. Employees' safety and emphasized in organization in order to keep the employee contented, reduce the HR cost and administrative needs. For example, safety procedures can be taken up by organization in order to meet safety requirements mentioned in various employment laws such as Industrial Dispute Act 1947, Employees State Insurance Act 1948, Factories Act 1948, and Apprentice Act 1961. അപ്പോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ജോലി സ്ഥലത്തെ എംപ്ലോയീസിന്റെ സുരക്ഷയെ നിയന്ത്രിക്കുന്ന എല്ലാ നിയമങ്ങളും അതുപോലെ എല്ലാ നിയമങ്ങൾക്കും അനുസൃതമായാണ് ജീവനക്കാരുടെ സുരക്ഷ അല്ലെ. അവർക്ക് എന്താണ് ആ സുരക്ഷയെ നിയന്ത്രിക്കുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ചിട്ടായിരിക്കും സുരക്ഷ കൊടുക്കുന്നത് അല്ലെ. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും. ജീവനക്കാരനെ സംതൃപ്തനാക്കുന്നതിനും HR ചെലവ് കുറയ്ക്കുന്നതിനും നിയമനിർമ്മാണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനത്തില് ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണ് നമുക്കറിയാം, ഇങ്ങനെ പ്രാധാന്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എംപ്ലോയി സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഓരോ ഓർഗനൈസേഷനും മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, അവർക്ക് കൂടുതൽ അപകടങ്ങൾ വരും. അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെന്റ് കോസ്റ്റ്, ഹോസ്പിറ്റൽ കോസ്റ്റ് ഒക്കെ ആര് വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്? ഈ ഓർഗനൈസേഷൻ വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് കൂട്ടുന്നുണ്ട്? എംപ്ലോയി സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട് ഓരോ എംപ്ലോയീസ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആക്ടുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്തൊക്കെ ആക്ടുകളാണ്? ഇൻഡസ്ട്രിയൽ അല്ലെ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, ഫാക്ടറീസ് ആക്ട് 1948, അതുപോലെ തന്നെ അപ്രന്റീസ് ആക്ട് 1961. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ആക്ടുകളൊന്ന് ഓർത്ത് വെക്കാം, ഇയേഴ്സ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് എന്ത്? Improved industrial relations. Employee safety is believed to introduce friendliness and cordial employee engagement management relations. Safety measures
are introduced by the employer in order to keep the workplace healthy and secure it for inter workers. നമുക്കറിയാം എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണെങ്കിൽ അല്ലെ, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഓർഗനൈസേഷനിൽ വരാനായിട്ടും ജോലി ചെയ്യാനായിട്ടും ഇഷ്ടപ്പെടും അല്ലെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ എംപ്ലോയർ ആയാലും അവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസ് നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ തരികയാണെങ്കിൽ അല്ലെ, തൊഴിലുടമ അങ്ങനെയുള്ള ഒരു നല്ലൊരു വർക്ക് പ്ലേസ് ഒരു അറ്റ്മോസ്ഫിയർ തരികയാണെങ്കിൽ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടും അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടും അല്ലെ, അതുവഴി ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ എംപ്ലോയർ എപ്പോഴും നോക്കേണ്ടത് എന്താണ്, എംപ്ലോയീസിന്റെ സേഫ്റ്റി. ഓക്കെ, നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. In return to the employees, nurture the positive and motivational outlook towards the organization. Such an environment in the long run give that organization a good image, help developing peaceful ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നല്ല രീതിയിൽ നമുക്ക് എന്താണ് ഇങ്ങനെ നല്ല രീതിയിലൊരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, നല്ല രീതിയിലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണ് ഒരു ഗുഡ് ഇമേജ് ആണ്, സൽപ്പേരുണ്ടാവും ആ ഓർഗനൈസേഷന് എന്നും നിലനിൽക്കാനായിട്ട്, സമൂഹത്തില് ഒരു പോസിറ്റീവ് ആയിട്ട് നിലനിൽക്കാനായിട്ട് ആ ഓർഗനൈസേഷൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ളൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ടും ഓർഗനൈസേഷന് കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എംപ്ലോയീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഓരോ ഓർഗനൈസേഷനും മുന്നോട്ട് പോകാനായിട്ട്. അവരുടെ സേഫ്റ്റി പ്രദാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫോർമലൈസിംഗ് ദ സേഫ്റ്റി പ്രോസസ് ആൻഡ് programs with employee safety. Employees are able to give employees to take safety into the system and the culture using the constant awareness programs. അപ്പോൾ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രോഗ്രാംസുകൾ അവർക്ക് അവയർനെസ് കൊടുക്കുക. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും സേഫ്റ്റി നമ്മൾ നോക്കേണ്ട അത്യാവശ്യമാണ് അല്ലെ. എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് അവയർനെസ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാം, ഗൈഡ് ചെയ്യാറ്. ഇനി എന്താണ് improve productivity. Plans that are significantly safe to work in are more efficient. Employees in such plans are more productive and can invest more time to enhance work quality and do not need to be anxious about the security and interest. അപ്പൊ എന്താണ് നമുക്ക് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് അവരുടെ വർക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ, ലീഡ് അല്ലെ, എംപ്ലോയർ നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്നതിലൂടെയൊക്കെ എന്താണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുവഴി ആ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ലഭിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി ബൂസ്റ്റ് എംപ്ലോയി മൊറൈൽ. എംപ്ലോയി മൊറൈൽ മീൻസ് എന്താണ്, മോട്ടിവേഷൻ, കോൺഫിഡൻസ് ഒക്കെയാണ് മൊറൈലിൽ വരുന്നത്. മനോവീര്യം ഇതൊക്കെ ബൂസ്റ്റ് അപ്പ് ചെയ്യാം. Okay, കൂട്ടുക. Employee safety is valued in moral ground as well. When an accident occurs, it will bring with itself a lot of pain and suffering for the victim as well as his family. Managers need to ensure that their employees are not exposed to this suffering. Workers working in the factory are usually breadwinners of their families, and the welfare and joy of their family depend on their well-being. അല്ലെ, നമുക്കറിയാം എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ഫാമിലി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എംപ്ലോയീസിനെയാണ് അല്ലെ. നമുക്കറിയാം അച്ഛൻ, അമ്മ, 2 മക്കള്. അപ്പൊ ആരെയാണ് അവരുടെ ഫാമിലി, അവർ ജീവിച്ചു പോകുന്ന ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ അവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത് ആരെ കണ്ടുകൊണ്ടാണ്, അച്ഛൻ പണിയെടുക്കുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഒരു ബ്രെഡ് ഏണേഴ്സ്, അവരുടെ ഫാമിലിയിലെ ബ്രെഡ് ഏണേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെ, ജീവനക്കാര്. ബ്രെഡ് ഏണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനക്കാര്,
ഉപജീവനം. അപ്പൊ ഉപജീവനക്കാരാരാണ്? അച്ഛനാണ് അല്ലെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോ അച്ഛനാണ്. ഇന്നത്തെ കാലം തൊട്ട് എന്താണ് ഏണേഴ്സ് എന്ന് പറയുന്നത് അച്ഛനാണ്. അപ്പൊ അച്ഛൻ പണിയെടുക്കുന്ന ആ എംപ്ലോയർ എന്ന നിലയിൽ, എംപ്ലോയീസ് എന്ന നിലയിൽ അവരുടെ ഫാമിലീസിനെ നോക്കുക. അതുപോലെ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആ എംപ്ലോയി ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ എംപ്ലോയീസിന്റെ മനോവീര്യം ബൂസ്റ്റപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഓരോ കാര്യങ്ങളും സേഫ്റ്റി സേഫ്റ്റി പ്രധാനമായിട്ട് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സേഫ്റ്റി തന്നെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ ഓർഗനൈസേഷനിലും എംപ്ലോയീസിന് സേഫ്റ്റി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് നല്ല രീതിയിൽ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നതിലൂടെ എന്താണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഉത്സാഹം ഉണ്ടാവും. അപ്പൊ അതുവഴി ഓർഗനൈസേഷൻ ആയാലും ഗുഡ് ബെനഫിറ്റ് ആണ് അല്ലെ. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കാനായിട്ടും അതുപോലെ നല്ല രീതിയിൽ എന്താണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? ബ്രെഡ് ഏണേഴ്സിനെയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അല്ലെ. അവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇവരുടെ എന്ത് വേണം? ഇവരുടെ ക്യാഷ് വേണം അല്ലെ. നമ്മൾ പറഞ്ഞു അച്ഛൻ, അമ്മ, 2 മക്കള് അല്ലെ, ഒരു അണുകുടുംബം, ഫാമിലി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അച്ഛനെ ആയിരിക്കും അല്ലെ. അമ്മയ്ക്ക് ജോലി ഇല്ലെങ്കിൽ അച്ഛനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അച്ഛൻ കൊണ്ടുവരുന്ന ഏണിങ്സിലൂടെയാണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഓർഗനൈസേഷനിൽ അവരുടെ എംപ്ലോയീസിനെ അവരെന്നും സേഫ്റ്റി ഉറപ്പുവരുത്താം. അവരെ മനോവീര്യം ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. എന്തെല്ലാം അതിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അവോയ്ഡിങ് ആക്സിഡൻസ്, മിനിമൈസ് കോസ്റ്റ്, ഇൻക്രീസ്ഡ് എംപ്ലോയി കണ്ടന്റ്മെന്റ് ആൻഡ് ഡിവോഷൻ, ലീഗൽ കംപ്ലൈൻസ്, അതുപോലെ തന്നെ ഇംപ്രൂവ് ഇൻഡസ്ട്രി റിലേഷൻസ്. ജസ്റ്റ് ഒന്ന് ആ പോയിന്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഫോർമലൈസിംഗ് ദ സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാംസ്, ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ബൂസ്റ്റ് എംപ്ലോയി മൊറേൽ. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പം നെക്സ്റ്റ് ക്ലാസ് വാഹിദ് മിസ് ആണ്. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മിസ്സിന്റെ പോർഷൻ കൊടുക്കുന്നതുകൊണ്ട് മിസ്സിന് വരില്ല ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് വാഹിദ് മിസ് ആയിരിക്കും തിങ്കളാഴ്ച എടുക്കുന്നത്. ഓക്കെ, പോർഷൻസ് എടുത്ത് തീർക്കാനുണ്ട് മിസ്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ ചെയ്താ നന്നായിട്ട് പഠിക്കാൻ കിട്ടുന്ന സമയം മോക്ക് ടെസ്റ്റ് നോക്കാം. അതുപോലെ എല്ലാ കാര്യങ്ങളും വായിച്ച് ഓരോ വരിയും വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തൊന്ന് നോക്കാം. നന്നായിട്ട് പഠിക്കാം. നല്ല മാർക്കോടെ പാസ്സാവാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, മിസ് പ്രാർത്ഥിക്കാം. നന്നായിട്ട് എക്സാം ചെയ്താം. നന്നായിട്ട് നോക്കാം. കിട്ടുന്ന സമയം മൊത്തം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ അറിയാലോ നിങ്ങൾക്ക്. സെക്കൻഡ് ചാപ്റ്റർ ഇത്തിരി വലുതാണ്. അപ്പൊ അത് വായിച്ച് പഠിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓരോ പോർഷനും എടുത്ത് വെച്ച് നോക്കാം നിങ്ങൾ കിട്ടുന്ന സമയം. പിന്നെ രണ്ടാമത്തെ പാഠത്തിന്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, മോക്ക് ടെസ്റ്റില് മാത്രം വരുന്നല്ല മിസ് പറയുന്നത്, ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോ ബാക്കിയുള്ളതും കൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഗൈഡിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട് മിസ്സേ. ഗൈഡ് കിട്ടിയോ നിങ്ങൾക്ക്? ഗൈഡ് കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല. ഗൈഡ് കിട്ടിയവര് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചാലും മതി. ഗൈഡിൽ ഒന്ന് നോക്കാം കേട്ടോ. ഗൈഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഗൈഡ് നോക്കാം, മോക്ക് ടെസ്റ്റ് നോക്കാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ഇനി വരുന്നത് മെയിൻ എക്സാം ആണോ? അതറിയില്ല, മിസ്സിന് അറിയില്ല. ഓഫീസിൽ നിന്ന് അറിയിക്കും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.